നമസ്കാരം, ഞാൻ സൗമ്യ രവി. എൻ്റെ കൂടെ റോഷ്നി കുഞ്ഞികൃഷ്ണൻ. പാട്ടിഷ്ടപ്പെടാത്തവരെ നമുക്കിടയിൽ ആരുമില്ല. ഒരു മൂളിപ്പാട്ടെങ്കിലും പാടാത്ത മനുഷ്യർ തന്നെ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെയാണ് സംഗീതത്തെ ഒരു വരദാനമാണ് എന്ന് പറയാറുള്ളത്. സംഗീതത്തോളം നമ്മെ സന്തോഷിപ്പിക്കുന്ന മറ്റൊരു കലാരൂപം ഉണ്ടോ എന്നത് തന്നെ സംശയമാണ്. പാട്ടിഷ്ടമുള്ളതുപോലെ തന്നെയാണ് പാട്ടുകാരോടും നമുക്കുള്ള ഇഷ്ടം. അതിന് കാരണം നേരത്തെ പറഞ്ഞതുപോലെ ആ കഴിവ് എല്ലാവർക്കും കിട്ടിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ അഭിമാനത്തോടെ ഒരു ഗായികയെ നിങ്ങൾക്കായി നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. ഗായികയും സംഗീത അധ്യാപികയുമായ പ്രസീത ഷാജി. പ്രസീത ടീച്ചറിൻ്റെ പാട്ട് വിശേഷങ്ങൾ കേൾക്കാം. ആദ്യം തന്നെ ചോദിക്കട്ടെ ടീച്ചറെ, എല്ലാ പാട്ടുകാർക്കും പ്രിയപ്പെട്ട ഒരു പാട്ടുണ്ടാവും. ഒന്നല്ല, അതിലധികം പ്രിയപ്പെട്ട പാട്ടുകളുണ്ടാവും. പ്രസീത ടീച്ചറിൻ്റെ പ്രിയപ്പെട്ട പാട്ട് ഏതാ? ആ പാട്ട് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? എൻ്റെ പ്രിയപ്പെട്ട പാട്ട് പറഞ്ഞാൽ ഒരുപാട് പറഞ്ഞ പോലെ ഒരുപാട് സോങ്സ് ഉണ്ട് ഇഷ്ടമുള്ളത്. പിന്നെ വിഷുവിൻ്റെ റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു കൃഷ്ണൻ്റെ പാട്ടാണ് സെലക്ട് ചെയ്തത്. കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ടിൽ തുടങ്ങുന്ന പാട്ട് ഇഷ്ടപ്പെടാൻ കാരണം എന്ന് വെച്ചാൽ ചിത്രൻ്റെ ഫേവറേറ്റ് ഒരു സിംഗറാണ് ചിത്ര ചേച്ചി. അതുപോലെ പിന്നെ ചെറിയൊരു കണ്ണൻ്റെ ആരാധികയും കൂടിയാണ്. അതുകൊണ്ട് അത് സെലക്ട് ചെയ്യാൻ കാരണം. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പേ ടീച്ചറിന്റെ ആ പാട്ടിന്റെ ഏതാനും വരികൾ കേട്ടാലോ? കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ടിൽ ചേരുമോടക്കുഴലിൻ്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ. കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ടിൽ നിന്റെ നന്ദന വൃന്ദാവനത്തിൽ പൂക്കും പാരിജാതത്തിൻ്റെ കൊമ്പിൽ, നിന്റെ നന്ദന വൃന്ദാവനത്തിൽ പൂക്കും പാരിജാതത്തിൻ്റെ കൊമ്പിൽ, വരും ജന്മത്തിലെങ്കിലും ശൗരേ ഒരു പൂവായി വിരിയാൻ കഴിഞ്ഞുവെങ്കിൽ, നിന്റെ കാൽക്കൽ വീണടിയുവാൻ കഴിഞ്ഞുവെങ്കിൽ, കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ടിൽ. സംഗീത ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയൊരു വ്യക്തി ഉണ്ടാകുമല്ലോ, അതാരാണ്? അതുപോലെ ഫാമിലിയിൽ ആരെങ്കിലും പാട്ടുകാരായിട്ടുണ്ടായിരുന്നോ? ടീച്ചറുടെ സംഗീതത്തിന്റെ ആദ്യ അക്ഷരങ്ങൾ പകർന്നു തന്ന ഗുരുക്കന്മാരൊക്കെ ഉണ്ടാവില്ലേ? ആ കാര്യങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കോ? സംഗീത ലോകത്തേക്ക് കൊണ്ടുവന്ന വ്യക്തികളാരെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലമ്മയാണ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാൾ. അതുപോലെ അച്ഛനും നല്ലോണം എവിടെയും പ്രോഗ്രാമിനാണെങ്കിലും കൊണ്ടുപോകാനും ഒക്കെ അച്ഛനായിരുന്നു. കാര്യം പറയുമ്പോൾ കുറച്ച് നെർവസ് ആകും, കാരണം അച്ഛനും അമ്മയും ഇപ്പം ജീവിച്ചിരിപ്പില്ല. പിന്നെ അമ്മ അത്യാവശ്യം പാടും, അച്ഛൻ നല്ലൊരു പാട്ട് ആസ്വദിക്കുന്ന ആളാണ്. പിന്നെ ഗുരു എന്ന് പറയുന്നത് ഞാൻ പുല്ലൂര് ഒരു മേരിക്കുട്ടി ടീച്ചറിൻ്റെ അടുത്താണ് ആദ്യമായിട്ട് പഠിച്ചത് മ്യൂസിക്. ഒരു 5-6 ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് കാഞ്ഞങ്ങാട് വിഷ്ണുഭട്ട് സാറിൻ്റെ കൂടെ പഠിച്ചു. ഒരു ഉണ്ണി വീണാലയം എന്ന് പറയുന്ന ഒരു മാഷിൻ്റെ കീഴിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. അതിനുശേഷം എനിക്ക് BA മ്യൂസിക് ചെയ്യാനായിരുന്നു താല്പര്യം. അപ്പോൾ അച്ഛൻ്റെ ആഗ്രഹപ്രകാരം ഞാൻ ഡിഗ്രി BCom ചെയ്തു. അതിനുശേഷം ഡയറക്റ്റ് MA ഇവിടെ ഭാസ്കര മ്യൂസിക് കോളേജിൽ ചെയ്തതാണ്. MA കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അതിനുശേഷം കുട്ടികൾ കുറച്ച് വലുതായതിനു ശേഷമാണ് മ്യൂസിക് ക്ലാസ് എടുക്കാനായിട്ട് തുടങ്ങിയത്. ഇപ്പം ഒരു 14 വർഷത്തോളമായി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. 14 വർഷമായിട്ട് കുട്ടികളെ
പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രോഗ്രാംസ് ഞാൻ കുറവാണ് ചെയ്യൽ. കുട്ടികളെ ടീച്ചിങ് ആണ് ഏറ്റവും ഇഷ്ടമുള്ള കുട്ടികൾ പാടി അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷമാണ് ഭയങ്കര ഇഷ്ടം. സംഗീതത്തിൽ പല ശാഖകളുണ്ടല്ലോ, ലളിത സംഗീതം, ശാസ്ത്രീയ സംഗീതം. എന്തൊക്കെ ഘടകങ്ങളാണ് ഇവ വേറിട്ട് നിർത്തുന്നത്? ശാഖകളെന്ന് ഉദ്ദേശിക്കുമ്പോൾ ലളിത സംഗീതമുണ്ട്, പിന്നെ ശാസ്ത്രീയ സംഗീതമുണ്ട്, അതായത് കർണാട്ടിക് മ്യൂസിക്, അതുപോലെ ഹിന്ദുസ്ഥാനി, അങ്ങനെ പല വിധത്തിലുള്ള മ്യൂസിക് ഫോംസ് ഉണ്ട്. അപ്പോൾ അതിൽ ലളിത സംഗീതം എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ട് പാടേണ്ടതെന്നാണ് ഉദ്ദേശിക്കുന്നത്. ലളിതമായിട്ട് പറഞ്ഞാൽ ഒരുപാട് ഗമകങ്ങളൊന്നും ഇല്ലാതെ. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നോക്കുമ്പം ഒരുപാട് കോമ്പറ്റീഷൻസൊക്കെ കാണുന്നത് ഒരുപാട് ക്ലാസിക്കൽ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടാണ്. പക്ഷേ ലളിത സംഗീതം എന്ന് പറയുന്നത് ലളിതമായിട്ട്, വളരെ ലളിതമായിട്ട് പാടേണ്ട ഒരു സംഭവമാണ്. ക്ലാസിക്കൽ പറയുമ്പം ഈ പറഞ്ഞ പോലെ ഗമകങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് പിന്നെ ശ്രുതി ചേർത്ത് താളത്തോടും രാഗഭാവ ലയത്തോടു കൂടെ പാടേണ്ട ഒരു സംഭവമാണ്. അതിന് ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് നല്ല സാധനയോടുകൂടെ ചെയ്താൽ മാത്രമേ ക്ലാസിക്കൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ലൈറ്റ് മ്യൂസിക്, അത് ലളിതത എന്ന് പറയുമ്പം നമ്മൾ ശ്രുതി കുറച്ച് കയറ്റിപ്പിടിക്കും. സിയിലോ അല്ലെങ്കിൽ ബിയിലോ ഒക്കെ ആയിട്ട് ശ്രുതി ഇടും. പാടി പാടും പാട്ടിൻ്റെ രാഗഭാവങ്ങളെ നിങ്ങൾ പാടിയുണർത്തുമീ രാഗതലങ്ങളെ ആരാമമുണരാതെ വരുമോ? ഏതോരാ പാടി പാടുമീ പാട്ടിൻ്റെ രാഗഭാവങ്ങളെ. ക്ലാസിക്കൽ വരുമ്പോഴേക്ക് നമുക്ക് കുറച്ചും കൂടെ ശ്രുതി താഴ്ത്തി പിടിക്കേണ്ടി വരും, ജി ഷാർപ്പ് അങ്ങനെയൊക്കെ. അപ്പം അതിൽ ക്ലാസിക്കലിൻ്റെ ഒരു കീർത്തനത്തിൻ്റെ കുറച്ച് പല്ലവിയും കൂടെ പാടാം. കൃപയാ പാലയ ശൗരേ പാലയ ശൗരേ കരുണ രസാവാസ കൃപയാ പാലയ ശൗരേ കരുണ രസാവാസ കരുഷാതി വീരരാമ കൃപയാ പാലയ ശൗരേ. ഇത് തന്നെയാണ്. പിന്നെ ഹിന്ദുസ്ഥാനിയിൽ പറയുമ്പം ഗമകങ്ങൾ കുറച്ചിട്ട് വേറൊരു സ്റ്റൈലിൽ പാടുന്നൊരു സംഭവമാണ് ഹിന്ദുസ്ഥാനി സംഗീതം. കർണാട്ടിക്കാണ് ഞാൻ എടുത്തു കൊടുക്കുന്ന പോർഷൻസ്. എൻ്റെ വിഭാഗം കർണാട്ടിക് മ്യൂസിക്കാണ്. അപ്പോൾ കുട്ടികൾക്ക് സ്വരസ്ഥാനങ്ങൾ സ്റ്റാർട്ടിങ് മുതൽ പറഞ്ഞു കൊടുത്തിട്ട് ശ്രുതി ചേർത്ത് താളത്തോടുകൂടെ പാടാൻ പഠിപ്പിക്കും. 5-6 വർഷത്തോളം ചെയ്തു കൊടുക്കുമ്പോഴാണ് അവർ ഒരു അരങ്ങേറാനുള്ള, സ്റ്റേജിൽ പെർഫോം ചെയ്യാനുള്ള ഒരു രീതിയിലേക്ക് എത്തിക്കുന്നത്. This program brought to you by Boche Gold and Diamonds. Buy now, pay later. ജോസ്കോ ജ്വല്ലേഴ്സ്, ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. Gallericals Gold Park, manufacturers and wholesalers, Main Road, Payyannur. വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക്, പറശ്ശിനിക്കടവ്, കണ്ണൂർ. ഷോപ്പിംഗ് ആഘോഷമാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ഗൃഹലക്ഷ്മി. പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നവർ ശാസ്ത്രീയമായി സംഗീതം പഠിക്കണമെന്നുണ്ടോ? പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നവർ, പാട്ട് പാടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു കഴിവില്ലാണ്ട് നമുക്ക് മ്യൂസിക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതിന് കുഴപ്പമില്ല. കണ്ടിന്യൂ ചെയ്ത് പോകണമെങ്കിൽ പിന്നെ ചെറിയൊരു കഴിവ് ഉണ്ടായിരിക്കണം.
പാട്ട് പാടാൻ എൻ്റെ അടുത്ത് പാട്ട് പഠിക്കാൻ വരുന്ന കുട്ടികളിൽ ചില ആൾക്കാർ നന്നായിട്ട് പാടും, പക്ഷെ താളബോധം ഉണ്ടാവില്ല. അതുപോലെ ചില ആൾക്കാർക്ക് ക്ലാസ്സിൻ്റെ ആവശ്യമേ ഇല്ലാത്തവരും വന്നിട്ടുണ്ട്. അത്രയും നന്നായിട്ട് പാടുന്ന കുട്ടികൾ തുടക്കത്തിലേ ചെയ്യുമ്പോഴേ നന്നായിട്ട് പാടുന്ന ആൾക്കാർ എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം പാട്ട് പഠിക്കണം എന്ന് ഞാൻ പറയില്ല, അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ചിട്ടയായ ഒരു പാടുന്ന രീതിയിലാണെങ്കിൽ ഒരു ചിട്ട വരികയും താളബോധം എല്ലാം കറക്റ്റായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ലളിത സംഗീതം എനിക്ക് തോന്നുന്നു ക്ലാസിക്കൽ പഠിക്കണം എന്ന് തന്നെ ഇല്ല. അല്ലാതെ ഫിലിം സോങ്ങൊക്കെ തുടക്കത്തിലേ പാടി നല്ല പെർഫോമൻസ് ചെയ്ത് ഉയരങ്ങളിലെത്തിയ ഒരുപാട് വ്യക്തികളുണ്ട്. ഇപ്പോൾ എന്താണ്, ഗായകരിൽ തന്നെ പാട്ട് പഠിക്കാതെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള വ്യക്തികളുണ്ട്. അപ്പം ഞാൻ പാട്ട് നിർബന്ധമായിട്ടും പഠിക്കണം എന്ന് പറയില്ല, പക്ഷേ പാട്ട് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കുട്ടികൾ പാടുന്ന സ്റ്റൈലൊക്കെ നല്ല ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പാട്ട് പഠിച്ച് നമ്മളറിയാതെ വരുന്ന മാറ്റങ്ങളാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഓരോ ഭാഗങ്ങളിൽ എത്തുന്നതിനനുസരിച്ച് വർണ്ണമൊക്കെ പോർഷൻ എത്തുമ്പോഴേക്കും കുട്ടികൾക്ക് നല്ല ഗമകങ്ങളും അങ്ങനെയൊക്കെ വരും. അപ്പോൾ ഇപ്പോൾ ലളിത സംഗീതം പാടുന്നതാണെങ്കിലും ക്ലാസിക്കൽ ആണെങ്കിലും രണ്ടും പാടുന്ന രീതി തന്നെ വ്യത്യാസമാണ്. ലളിതാണെങ്കിൽ ഒരു ശ്രുതി നമ്മൾ അല്പം കയറ്റിയിട്ടാണ് പാടുക. ഫിലിം സോങ് ഒക്കെ സി ശ്രുതിയിലാണെങ്കിൽ പിന്നെ ലേഡീസിനൊക്കെ ആണെങ്കിൽ ക്ലാസിക്കലിൽ വരുമ്പോൾ ജി ഷാർപ്പാണ് എടുക്കുക, അതായത് ബേസിലേക്ക് വന്നിട്ട്. അതാണ് പിന്നെ അത് രണ്ടും തമ്മിലൊരു വ്യത്യാസം എന്ന് പറയുന്നത്. ലൈറ്റ് മ്യൂസിക് എന്ന് പറയുമ്പം ഇപ്പോൾ ഏതോ രാപ്പാടി എന്ന് പറയുന്നൊരു സോങ് എടുക്കുകയാണെങ്കിൽ നമ്മൾ സീലൊക്കെ വെച്ച് പാടിയാൽ മാത്രമേ അതിൻ്റെ ഒരു കുറച്ചും കൂടെ ഫീലും അതിനധികം ഗമകങ്ങളൊന്നും ആവശ്യമില്ല. അപ്പോൾ ഞാനൊന്ന് പാടി കേൾപ്പിക്കാം. ഏതോ രാപ്പാടി പാടുമീ പാട്ടിൻ്റെ രാഗഭാവങ്ങളെ നിങ്ങൾ പാടിയുണർത്തുമീ രാഗതലങ്ങളിൽ ആരാമമുണരാതെ വരുമോ, അങ്ങനെ പാടും. അപ്പോൾ ക്ലാസിക്കൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ശ്രുതി താഴ്ത്തിയിട്ട് വോയിസിൽ തന്നെ ചെറിയൊരു മാറ്റം വരും അന്നേരം. കൃപയ പാലയ ശൗര്യ കരുണ രസവസ കലുഷതി വീരമ കൃപയ പാലയ ശൗര്യ. ടീച്ചർ മാത്രമല്ല, ടീച്ചറുടെ പ്രിയപ്പെട്ട ശിഷ്യരും നമ്മുടെ കൂടെ ഇപ്പോഴുണ്ട്. അവർ പലരും പല സ്റ്റേജ് പ്രോഗ്രാമിലും പങ്കെടുക്കുന്നവരാണ്. അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം. നമുക്കവരെ ഓരോരുത്തരെയും പരിചയപ്പെടാം. അർജുൻ കെ പി, നയൻതാര, ആർദ്ര, പൂജ വേണുഗോപാൽ, ബിൽജിയ. സ്റ്റേജ് ഷോകളിലൊക്കെ പങ്കെടുക്കുമ്പം ഏത് തരം പാട്ടുകളാണ് തിരഞ്ഞെടുക്കാറുള്ളത്? ഈ സ്റ്റേജ് ഷോയിൽ പോകുമ്പോൾ പാട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ടീച്ചറോട് സജഷൻ ചോദിക്കാറുണ്ടോ? തീർച്ചയായും. നമ്മൾ ഇപ്പോൾ ഗാനമേളയൊക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒരു ക്ലാസ് വെച്ചിട്ട് സ്പെഷ്യലായിട്ട് ക്ലാസ് വെച്ചിട്ട് ഓർഡർ ആക്കും. എന്നിട്ട് ഇങ്ങനെ ഓരോരുത്തരായിട്ട് പാടി നോക്കും. അപ്പോൾ പാടുമ്പോൾ ടീച്ചർ ഇപ്പോൾ നമുക്ക് ഒരു സെലക്ഷൻ കിട്ടുന്നില്ല എന്ന് വിചാരിച്ചോ, നമുക്കൊരു കൺഫ്യൂഷൻ വരുവാണെങ്കിൽ ടീച്ചർ പഠിച്ച ടീച്ചർ നല്ലൊരു പാട്ട് സെലക്ട് ചെയ്യും. അങ്ങനെ എത്ര ഗാനമേള നമ്മൾ വളരെ നല്ല പ്രകടനം നമ്മൾ കാഴ്ചവെച്ചിട്ടുണ്ട് ടീച്ചറുടെ സജഷനിൽ തന്നെ. പിന്നെ ഇനിയിപ്പോൾ ആയന്നൊരു ഗാനമേള കൂടി വരുന്നുണ്ട്, അതിലും ടീച്ചറുടെ സജഷനാണ് കൂടുതലും നമ്മൾ പ്രകടിപ്പിക്കാൻ പോകുന്നത്. എൻ്റെ പേര് നയൻതാര എന്നാണ്. ഞാനിപ്പം കുറച്ച് വർഷങ്ങളായി ടീച്ചറിൻ്റെ കീഴിൽ സംഗീതം പഠിക്കുന്നുണ്ട്. എനിക്കും അതുപോലെ തന്നെ ഗാനമേളയ്ക്ക് പാടുമ്പം ചില സമയത്ത് ഹൈ പിച്ചൊക്കെ വരുമ്പോൾ കൺഫ്യൂഷൻസൊക്കെ വരലുണ്ട്. അപ്പോൾ ടീച്ചർ അത് കൃത്യമായിട്ട് പറഞ്ഞു തരും, ഇങ്ങനെ പാടിയാൽ അത് ഹൈയിലെത്തും, നല്ല കോൺഫിഡൻസ് ഒക്കെ തരാറുണ്ട്. എനിക്കും പ്രോഗ്രാം ചെയ്യുന്ന സമയത്തെല്ലാം ഡൗട്ടുള്ളതെല്ലാം ടീച്ചറോടെല്ലാം ചോദിക്കും. ടീച്ചർ അതേപോലെ പറഞ്ഞിട്ട് അതേപോലെ പാടും. എൻ്റെ പേര് ദിൽജിയ. ഞാനിപ്പം 8 വർഷമായിട്ട് ടീച്ചറുടെ അടുത്ത് പാട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഗാനമേളയ്ക്കൊക്കെ പോകുമ്പോൾ ടീച്ചറോട് ഞാൻ ചോദിക്കും ഏതൊക്കെ പാട്ടൊക്കെ. അപ്പോൾ ടീച്ചർ പറഞ്ഞു തരും, തെറ്റുകളുണ്ടെങ്കിൽ ടീച്ചർ തിരുത്തി തരും. ഇവർ 6 പേരും എൻ്റെ സീനിയർ സ്റ്റുഡൻസാണ്. അപ്പോൾ ക്ലാസിക്കൽ പഠിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 8 വർഷത്തോളമായി. ഇവർ അരങ്ങേറ്റം കഴിഞ്ഞിട്ട് തന്നെ 3-4 വർഷമായി. അപ്പം എല്ലാവരും നന്നായിട്ട് പാടുന്ന കുട്ടികൾ തന്നെയാണ്. അതിൽ ദിൽജിയ ഇപ്പം കഴിഞ്ഞ സംസ്ഥാന കലോത്സവത്തിൽ ലൈറ്റ് മ്യൂസിക്കിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ അർജുൻ
ജില്ലാ തലങ്ങളിൽ 2, 3, 4 ഐറ്റംസിലൊക്കെ പങ്കെടുക്കുന്ന കുട്ടിയാണ്. ഇവളും സിംഗിളായിട്ടൊരു ലൈറ്റ് മ്യൂസിക്കിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, ഉറുദു അങ്ങനെയൊക്കെ. അപ്പോൾ ക്ലാസിക്കൽ നമ്മൾ നയൻതാരയൊക്കെ കുറേ സ്റ്റേജുകളിൽ പെർഫോം ചെയ്തിട്ടുള്ള ആൾക്കാരാണ്, അതുപോലെ പൂജയും. പിന്നെ നമ്മൾ എല്ലാ വർഷവും നവരാത്രി സമയത്ത് ക്ലാസിക്കൽ ഒരു കച്ചേരി പോലെയും കുറച്ച് ഭക്തിഗാനങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം കുറച്ച് നല്ല സോങ്സൊക്കെ ആയിട്ട് ഇവർ സ്റ്റേജിൽ തകർക്കുന്ന കുട്ടികളാണ്. ടീച്ചറും കുട്ടികളും അവർക്ക് പ്രിയപ്പെട്ട ഏതാനും പാട്ടുകൾ പ്രേക്ഷകർക്കായി പങ്കുവെക്കുകയാണ്. അത് നമ്മൾക്ക് കേൾക്കാം. കാണുമ്പോൾ കണ്ണിനെന്തൊരു ആനന്ദം പരവേശം, കാർവർണ്ണൻ തന്നുടെ മേനിയിൽ കായാമ്പൂ പൂവിരിച്ചു. കാണുമ്പോൾ കണ്ണിനെന്തൊരു ആനന്ദം പരവേശം, ആനന്ദം പരവേശം. കണ്ണാങ്ങി ആടിയ ലീലകൾ ഒന്നൂടെ ആടൂലേ, കണ്ണാങ്ങി ആടിയ ലീലകൾ ഒന്നൂടെ ആടൂലേ, കണ്ണാങ്ങി ആടിയ ലീലകൾ ഒന്നൂടെ ആടൂലേ, ഒന്നൂടെ ആടൂലേ. കണ്ണാ 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 കണ്ണാ. This program brought to you by Boche Gold and Diamonds. Buy now, pay later. ജോസ്കോ ജ്വല്ലേഴ്സ്, ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. Coloricals Gold Park, Manufacturers and Wholesalers, Main Road, Payyannur. വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് പറശ്ശിനിക്കടവ്, കണ്ണൂർ. ഷോപ്പിംഗ് ആഘോഷമാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ഗൃഹലക്ഷ്മി. പ്രായഭേദമന്യേ എല്ലാവരും പാട്ട് പഠിക്കാൻ ആവേശത്തോടെ വരും. പിന്നീട് ആ ഒരു ആവേശം കാണിക്കാറില്ല. അതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും? എനിക്ക് തോന്നുന്നു ഇപ്പം കുറച്ച് നാളായിട്ട് വലിയവർ പാട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ഉത്സാഹം കാണിക്കുന്നു. ഭജൻസിൻ്റെ ഒക്കെ ട്രെൻഡ്, നന്ദഗോവിന്ദം ഭജൻസ് അതുപോലെയുള്ള ഒരു ട്രെൻഡായത് കാരണമായിരിക്കും. ഞാനിപ്പം ഭജൻസ് ക്ലാസ്സുകളും പിന്നെ അതുപോലെ പിന്നെ സാധാരണ വലിയവർക്ക് തന്നെ വേറെ തന്നെ ബാച്ചാക്കിയിട്ട് ക്ലാസിക്കലും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വലിയവരെ കാട്ടിലും ചെറിയ കുട്ടികളാണ് ഈ പകുതി വെച്ചിട്ട് നിർത്തിപ്പോകുന്ന ഒരു പ്രവണത കാണുന്നത്. അവർക്കറിയില്ല എന്താണ് ഇതിൻ്റെ. ചില കുട്ടികൾ ചോദിക്കും, ടീച്ചറെ എന്തിനാണ് ഇങ്ങനെ താളടിച്ച് ചെയ്യുന്നത്, എന്തിനാണ് ഇങ്ങനെ ക്ലാസിക്കൽ മാത്രം പഠിച്ചുകൊണ്ട് പോകുന്നത്, സരിഗമ പാടുന്നതെന്ന് വേറത് ചെയ്തുകൂടെ, അങ്ങനെയൊക്കെ ചില കുട്ടികളുടെ അഭിപ്രായം. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു ബോറടിച്ചിട്ട് നിർത്തുന്ന കുട്ടികളും ഉണ്ട് അങ്ങനെ. പക്ഷെ എനിക്കൊന്ന് താല്പര്യത്തോടെ ഇഷ്ടത്തോടെ എനിക്ക് ഇനിയും എപ്പോഴും കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളൊരു ബോധത്തോടെ വരുന്ന കുട്ടികൾ ഇപ്പം തൊട്ട് മുന്നേ എൻ്റെ സീനിയർ സ്റ്റുഡൻസ് ഉണ്ട്. അവരൊക്കെ ഒരുപാട് ഭാവി ഉള്ള കുട്ടികൾ തന്നെയാണ്. അവരൊക്കെ 8 വർഷത്തോളമായിട്ട് നിർത്താതെ കണ്ടിന്യൂ പഠിച്ചുകൊണ്ടുവരുന്ന കുട്ടികൾ തന്നെയാണ്. ചില പാരൻസ് തന്നെ വന്നിട്ട് ചോദിക്കും, എപ്പോഴാണ് അരങ്ങേറ്റം, ഇപ്പം പെട്ടെന്ന് അരങ്ങേറ്റം ഉണ്ടാവുക. അങ്ങനെ ഒരു ചിന്താഗതിയോടെ പാട്ട് പഠിക്കാൻ വന്നതുകൊണ്ട് കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ പഠിക്കുന്നതിലൂടെ എത്ര വർഷം പഠിക്കുന്നോ അത്രയും മാറ്റങ്ങളാണ് നമ്മളിൽ വരിക. അറിയാതെ വരുന്ന മാറ്റങ്ങളാണത്. പെട്ടെന്ന് പഠിച്ചു തീർത്ത് പെട്ടെന്ന് അരങ്ങേറണം എന്നുള്ള ഒരു ചിന്താഗതിയോടെ വരുന്ന കുട്ടികളായിരിക്കും കൂടുതലും ഇടയ്ക്ക് വെച്ചിട്ട് നിർത്തി പോകാൻ വേണ്ടിയിട്ടുള്ളൊരിത് കാണിക്കുന്നത്. സംഗീതം പഠിക്കാൻ പ്രായപരിധി ഉണ്ടോ? പ്രായപരിധി ഇല്ല. ഇപ്പോഴധികം ഞാൻ പറഞ്ഞില്ലേ, വലിയവരാണ് കൂടുതലും പഠിക്കാൻ വരുന്നത്. പ്രായപരിധി ഇല്ല. ചില വലിയവരെ കൂടെ തന്നെ ചെറിയ കുട്ടികളും നല്ലോണം LKG പഠിക്കുന്ന കുട്ടികളുടെ കൂടെ തന്നെ പിന്നെ 50 എബോവ് 50 ആൾക്കാരും പഠിക്കുന്നുണ്ട്. അതിന് വ്യത്യാസം ഇല്ല. മ്യൂസിക് പഠിക്കുമ്പോൾ അത്യാവശ്യം പാടാൻ കഴിവുണ്ടായിരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു മാനദണ്ഡം. പാട്ട് വിശേഷങ്ങളുമായി വന്ന പ്രസീത ടീച്ചർക്കും ടീച്ചറിന്റെ പ്രിയപ്പെട്ട ശിഷ്യർക്കും ഒരുപാട് നന്ദി. പാട്ടുവഴികളിൽ ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ കഴിയട്ടെ ടീച്ചർക്കും ടീച്ചറുടെ ശിഷ്യന്മാർക്കും. കണ്ണായൻ മനമികലൈ പായുദേ.
அலைபாயுதே கண்ணாயன் மனமிக அலைபாயுதே உன்னானந்த மோகன வேணுகானமதில் அலைபாயுதே கண்ணாயன் மனமிக அலைபாயுதே உன்னானந்த மோகன வேணுகானமதில் அலைபாயுதே கண்ணாய മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി നീളേ താഴെ തളിരാർന്നു പൂവനങ്ങൾ മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി എന്തേ കണ്ണനു കറുപ്പു നിറം എന്തേ കണ്ണനിത്ര കറുപ്പു നിറം കാളിന്തിയിൽ കുളിച്ചതിനാലോ കാളിയനെ കൊന്നതിനാലോ ശ്യാമരാധേ ചൊല്ലോ നിൻ ചുടു ചുംബനമേറ്റതിനാലോ എന്തേ കണ്ണനു കറുപ്പു നിറം മലർമാതിൻ കാന്തൻ വസുദേവാത്മജ പുലർകാലേ പാടി കുഴലൂതി ചിലുചിലേന്നു കിളുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണും നേരം കമല നേത്രന്റെ നിറമേഴും മഞ്ഞ തുകിൽ ചാർത്തി കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ കാതോടു കാതോരം തേഞ്ചോരുമാമന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷുപക്ഷി പോലെ കാതോടു കാതോരം തേഞ്ചോരുമാമന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷുപക്ഷി പോലെ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യയായി ഓടി വന്നതാണു ഞാൻ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ മൗലിയിൽ മയിൽപ്പീലി ചാർത്തി മഞ്ഞ പട്ടാമ്പരം ചാർത്തി ഗുരുവായൂരമ്പലം ഗോകുലമാക്കുന്ന ഗോപകുമാരനെ കണി കാണണം നെഞ്ചിൽ ഓരോ ജനക്കുറി കണി കാണണം നന്ദനന്ദനം ഭജേ നന്ദനന്ദനം ഭജേ നന്ദനന്ദനം ഭജേ നന്ദനന്ദനം കാതരമാ മൃദുപല്ലവിയിങ്ങോ സാന്ത്വനഭാവം ചൊരിയുമ്പോൾ കാതരമാ മൃദുപല്ലവിയിങ്ങോ സാന്ത്വനഭാവം
ചൊരിയുമ്പോൾ ദ്വാപര മധുര സ്മൃതികളിലാരോ മുരളികയോതുമ്പോൾ അകതാരിൽ അമൃതലയമണിയുമ്പോൾ ആത്മാലാപം നുകരാനണയുമോ സുഹൃദയം ജനനീ മൗനസരോവരമാകെയുണർന്നു സ്നേഹമനോരഥവേഗമുയർന്നു കനകാങ്കുലിയായി തമ്പുരുമീട്ടും സുരസുന്ദരിയാം യാമിനി പോലും പാടുകയായി മധുഗാനം മായാ മൗനസരോവരമാകെയുണർന്നു സ്നേഹമനോരഥവേഗമുയർന്നു. പ്രോഗ്രാം ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണുന്നതുവരെ സൈനിങ് ഓഫ് റോഷ്നി കുഞ്ഞികൃഷ്ണൻ, സൗമ്യ രവി.